ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്കോബാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ പേപ്പർ ഗ്ലാസ്സിലാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. സ്റ്റിക്ക് ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ, മോൾഡിലേക്ക് കിട്ടുന്ന സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് അതുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, ഇല്ലാണ്ടെങ്കിൽ കുറച്ച് ബലമുള്ള ഈർക്കിൽ യൂസ് ചെയ്താലും മതി. അപ്പോൾ ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു 250 ml പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 4 ചോക്കോബാർ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഈ അളവിൽ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ടിയൊന്നും ഇല്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഒട്ടും കട്ടിയില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇത് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്ത് വെച്ച ശേഷം കൈ വിടാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനും അതുപോലെ കട്ട കെട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമി ടെക്സ്ചർ അത്ര സുഖാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ ഒരു ഏകദേശം കുറുകി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കൊരു നുള്ളു ഉപ്പും കൂടെ ആ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ മിക്സ് നമ്മൾ നന്നായിട്ട് തണുത്ത ശേഷം റൂം ടെമ്പറേച്ചറിൽ ഇരുന്ന് തന്നെ അതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം നമ്മൾ ഫ്രീസറിലേക്ക് ഒരു 1/2 മണിക്കൂർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു 1/2 മണിക്കൂർ കവർ ചെയ്ത് വേണം വെക്കാൻ കേട്ടോ. 1/2 മണിക്കൂർ ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ചോക്കോബാറിൻ്റെ ചോക്കോ ലെയർ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ് കേട്ടോ ഈ നമ്മുടെ ചോക്കോ ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നമ്മൾ കോക്കോ പൗഡറോ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു 4 ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റാണ്. അത് നമ്മൾ കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. വെള്ള അല്ല മട്ടവെല്ല ആയാലും കുഴപ്പമില്ല, നമ്മൾ കളർ അറിയില്ലല്ലോ. ഇതിലേക്ക് ഇനി തിളച്ച വെള്ളം 1 ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി. നല്ല തിളച്ച വെള്ളമാണ്, അതും 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ ആ ചോക്കോ ലെയർ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇനി ചോക്കോ ലെയർ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സ്പൂൺ വെച്ചിട്ട് തന്നെ നമ്മളെല്ലാ ഗ്ലാസ്സിലേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 സ്പൂൺ വെച്ചിട്ട് തന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ സ്പൂണിൻ്റെ സൈഡ് വെച്ചിട്ട് തന്നെ അങ്ങനെ സൈഡിലേക്കൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാ വശത്തേക്കും അത് അങ്ങോട്ട് ആയിക്കോളും. എല്ലാ വശത്തേക്കും സ്പ്രെഡ് ചെയ്ത ശേഷം നമ്മൾ ഗ്ലാസ് ഒന്ന് താഴോട്ടൊന്ന് കമത്തി കൊടുത്താൽ മതി. അപ്പോൾ കൂടുതലുള്ളത് ഉണ്ടെങ്കിൽ താഴോട്ട് പോന്നോളും. അപ്പോൾ നമ്മൾ എല്ലാ വശത്തേക്കും ഒന്നാക്കിയിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഗ്ലാസ്സും ഞാൻ സെറ്റ് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്തത് ഫ്രീസറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഒരു 4 ചോക്കോബാറിനുള്ള ഫില്ലിംഗ് ആണ് കിട്ടിയത്. നമുക്ക് ഒരു 6 ബിസ്ക്കറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പ് പോർഷനിലുള്ളതും കിട്ടിയാണ്. ഇപ്പോൾ ഒരു 1/2 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോക്കോ ലെയറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ആ മിക്സ് നല്ല ക്രീമി കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം വൈറ്റ് ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുത്ത ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്രീമിയാണ്. എന്നാൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അതിൽ ചേർത്തില്ല, ആ 3 ചേരുവകൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ. നമ്മളപ്പോൾ ആ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി കിട്ടും. ഇനി ഒരു തവണയും കൂടി ഇതുപോലെ അടിച്ചെടുത്തിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്താൽ കുറച്ചുകൂടി നല്ല ക്രീമി ആൻഡ് ഫ്ലഫിയൊക്കെ ആയിട്ട് വരും ഇത്. അപ്പോൾ നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഇത് പകർത്തി കൊടുക്കാം. ഞാൻ ഈ ഗ്ലാസ്സിൻ്റെ മുഴുവനായിട്ട് ഇത് സെറ്റ് ചെയ്യണില്ല കേട്ടോ. ഞാൻ ചോക്കോ ലെയർ ഒഴിച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ക്രീമി ലെയർ ഒഴിച്ചു കൊടുക്കുന്നത്. പുറത്തേക്ക് എക്സസ് ആയിട്ട് നിൽക്കുന്നതൊക്കെ പേടിക്കണ്ട കേട്ടോ. അത് നമ്മൾ സെറ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഡിമോൾഡ് ചെയ്യുമ്പോൾ സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ എന്താ 4 ഗ്ലാസ്സിലും നമ്മുടെ ഫില്ലിങ് നിറച്ചിട്ടുണ്ട്. നമുക്കിതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ വെച്ച് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ടൊന്ന് അതുപോലെ എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. 6 മുതൽ 8 മണിക്കൂർ വരെ നമുക്കിത് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് കുത്തിയത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം നമുക്ക്. അല്ല, ഡിമോൾഡ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, എക്സസ് ആയിട്ടുള്ള ആ പോർഷൻ നമ്മുടെ പേപ്പർ കവറിൽ തന്നെ ഗ്ലാസ്സിലിങ്ങനെ നമ്മുടെ ഡിമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പോരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ചോക്കോബാർ കിട്ടുകയും ചെയ്യും. ഉണ്ടോ, നല്ല തണുത്തിരിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോബാർ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടല്ല നമ്മൾ ഉണ്ടാക്കിയത്. അതും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും പിന്നെ ബിസ്ക്കറ്റ്, ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റ് ഇഷ്ടമല്ലാത്ത പിള്ളേരൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലത് വാങ്ങിക്കാണ്ടിരിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലെങ്കിലും വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോബാർ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ.